ഞാൻ പലപ്പോഴായിട്ട് കേട്ടുള്ളൊരു പ്രശ്നമാണ് സാറേ, ഓഡിറ്റിങ്ങിലെ കുറേ കടിച്ചാൽ പൊട്ടാത്ത വാക്കുണ്ട്, പഠിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ലോയിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്സ് ഉണ്ട്, പഠിച്ചാൽ ഓർമ്മ വെക്കുന്നില്ല. ഈ പ്രശ്നം ഞാൻ സോൾവ് ചെയ്തത് സ്റ്റിക്കി നോട്ടിലൂടെയാണ്. എങ്ങനെയാണെന്നല്ലേ, ഈ സെയിം മെത്തേഡ് നിങ്ങൾക്കും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങളുടെ സ്റ്റഡി ലീവ് ടൈമിൽ. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ലോയിലെ ഏറ്റവും കീവേഡ്സ് നമുക്ക് എന്തായാലും അറിയാം, ഇത് ചോദിക്കും, എന്തായാലും എക്സാമിന് ചോദിക്കും. അല്ലെങ്കിൽ ഓഡിറ്റിങ്ങിലെ കുറേ കീ വാക്കുകൾ ഉണ്ടാവും. ആ വാക്കുകൾ ഞാൻ എന്ത് ചെയ്യും, സ്റ്റിക്കി നോട്ടിൽ എഴുതും. എന്ന് നമ്മുടെ ചുമരിൽ ഇതങ്ങനെ ഒട്ടിച്ച് വെക്കും. സോ ദാറ്റ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ രാവിലെ 9 മണിക്ക് പഠിക്കാൻ ഇരിക്കുകയാണെങ്കിൽ പഠിക്കുന്നതിന് മുന്നേ ഏത് സബ്ജക്റ്റ് ആണോ, ലെറ്റ് ഇറ്റ് ബി എനി സബ്ജക്റ്റ്, ഞാൻ പഠിക്കുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ചുമരിലുള്ള മുഴുവൻ സ്റ്റിക്കി നോട്ട് വായിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ എല്ലാ കീവേഡ്സും വായിച്ചു. ദെൻ ഐ വിൽ സിറ്റ് ഓൺ ദ പേപ്പർ. ഞാൻ അന്ന് പഠിക്കാൻ വിചാരിച്ച പേപ്പർ വാങ്ങിക്കും. ഒരു 11 മണിക്ക് ഞാൻ ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ ബ്രേക്കിന് പോകുന്നതിന് മുന്നേ ഐ വിൽ എഗെയിൻ റീഡ് ഓൾ ദി സ്റ്റിക്കി നോട്ട്സ്. ഞാൻ രാവിലെ തന്നെ 2 പ്രാവശ്യം വായിച്ചു. ഇനി തിരിച്ച് 11 മണിൻ്റെ 10 മിനിറ്റ് ബ്രേക്കാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ആ ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ച് വന്ന് അടുത്ത ടേം ഇരിക്കുന്നതിന് മുന്നേ ഞാൻ വീണ്ടും എന്ത് ചെയ്യും, സ്റ്റിക്കി നോട്ട് വായിക്കും. നെക്സ്റ്റ് ബ്രേക്ക് എടുക്കുമ്പോൾ വീണ്ടും എല്ലാ സ്റ്റിക്കി നോട്ടും വായിക്കും. ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പഠിക്കുന്നതിന് മുന്നേ വീണ്ടും സ്റ്റിക്കി നോട്ട് വായിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു ദിവസം ഒരു 4 പ്രാവശ്യം ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ ഒരു 8 പ്രാവശ്യം ഞാൻ ആ സ്റ്റിക്കി നോട്ട് മുഴുവൻ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു 30 ദിവസം ഇങ്ങനെയാണെങ്കിൽ നിങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് ആ കീവേഡ്സ് വായിച്ചുകൊണ്ടിരിക്കുക. ഡെഫിനറ്റ്ലി നിങ്ങൾ ഇങ്ങനെ മറക്കാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങൾ പലപ്പോഴും എക്സാം ഹാളിൽ നിങ്ങൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ഓർമ്മയിട്ടായിട്ടുണ്ടാവും, ചില ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണെന്ന് നിങ്ങൾക്കറിയില്ല, പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമാണ്, ആ പേജിൻ്റെ താഴെയായിരുന്നു ആൻസർ ഉണ്ടായിരുന്നത്, ഈ പേജിൻ്റെ മുകളിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും എക്സാം ഹാളിൽ. ഇത് നമുക്കൊരു ഫോട്ടോഗ്രാഫിക് മെമ്മറിയിലുണ്ടാകും. അപ്പം നിങ്ങൾക്ക് ഈ ഫോട്ടോഗ്രാഫിക് മെമ്മറിനെ എങ്ങനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം എന്നതിന് ഏറ്റവും അടിപൊളി എക്സാമ്പിളാണ് ഈ സ്റ്റിക്കി നോട്ട് ചുമരിൽ ഒട്ടിച്ച് വെക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതോടെ നമ്മൾ സ്ഥിരമായിട്ട് ഒരു സാധനം കണ്ടുകൊണ്ടിരിക്കുക, നമ്മളെ വിഷ്വൽ മെമ്മറീസ് ഭയങ്കര കൂടുതലായിരിക്കും. വിഷ്വലൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പഠിക്കാൻ വേണ്ടി പറ്റും. സോ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ലോ പേപ്പറിലും അല്ലെങ്കിൽ ഓഡിറ്റിംഗ് പേപ്പറിലും ഒക്കെ പോയിന്റ്സ്, കീവേഡ്സ് ഒക്കെ ഓർത്ത് വെക്കാൻ ചെയ്തത്. ഇത് നിങ്ങൾക്കും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഈസി മെത്തേഡാണ്. സോ ട്രൈ ദിസ്.